ഒന്നും വേണമെന്നില്ല. അല്ലല്ലോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട്? ആരെ കാണിക്കാൻ വേണ്ടിട്ടാ? ഏട്ടനിപ്പോ നല്ല കച്ചവടം കുറവാണ്. ഡെലിവറിന്റെ ടൈമിലൊക്കെ എന്റെ പുറകെ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റല്, വീട്, ഇത് മാത്രമായിരുന്നു. മര്യാദയ്ക്ക് ഷോപ്പൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ ഏട്ടൻ അങ്ങനെ പോണുമില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ്. അമ്മ പറയുന്നു കുഞ്ഞ് വന്നതിന് ശേഷമാണ് കച്ചവടം കുറയുന്നത്, അതിനു മുമ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു, കുട്ടിന്റെ കഷ്ടകാലം ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ടേ അമ്മ മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുക്കാറ് പോലുമില്ല. ഏട്ടനും അതുപോലെ തന്നെ ആകുന്നാലോ ഞാൻ എന്താ ചെയ്യാ? ഇല്ലേ തന്നെ എനിക്ക് 100 ടെൻഷൻ ഉണ്ട്. ഒന്നാമത് കുഞ്ഞ് ഉറങ്ങുന്നില്ല, അവളെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, അവളെ പുറകെ 24 മണിക്കൂർ നടക്കണം. അതിന്റെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ വേറൊരു ഭാഗത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു തോന്നാം ജീവിതം തന്നെ. അമ്മേനോട് എനിക്കൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഇനി അമ്മേനോട് കാര്യത്തിൽ സംസാരിച്ച ഏട്ടന് വിഷമാവും. എല്ലാം കൂടി ആലോചിച്ചിട്ട് ആ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ അല്ല, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിന്റെ മുഖത്തൊരു വാട്ടം. അമ്മ ഒരു കാര്യം പറയട്ടെ, കാര്യങ്ങൾ സംസാരിക്കാനേ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറയാനുള്ളത് പറയാലോ. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അവരെ ഭാഗത്തൊരു തെറ്റ്, അത് അവര് തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിന്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ നിനക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കണം. അതിപ്പോ അങ്ങനെ ഇങ്ങനെ അവരെന്ത് വിചാരിക്കും, അവര് മുഷിയോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം നിന്റെ അല്ലേ. അവനിപ്പോ കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ അവന്റെ ജീവിതം നശിച്ചു പോകുന്നത്. അത് മോളെയും കൂടി ബാധിക്കും, നിനക്കൊരു ജീവിതം ഇല്ലാണ്ടാവും. പിന്നെ നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ഒരു കുഞ്ഞു വന്നിരിക്കുന്നത്, അതിനെയും കൂടി ബാധിക്കില്ലേ? അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് എന്തെങ്കിലും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോക്ക് ധൈര്യമായിട്ട് പറയാലോ, അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണ്, ഈ കാര്യത്തിൽ അമ്മ തൽക്കാലം ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുള്ള തന്റെ ഇടം മോക്ക് വേണം. അത് അമ്മയല്ല ആരാണെങ്കിലും. ശരി മോളുടെ ഭാഗത്താണോ അത് തുറന്നു പറയാനുള്ള കഴിവും വേണം, തന്റെ ഇടവും വേണം. അതൊക്കെ എന്റെ മോക്ക് ഉണ്ട്. ആരെയും പേടിച്ച് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അമ്മയായിരിക്കണം ശരി. ഇത് അമ്മ തെറ്റല്ലേ ചെയ്യുന്നത്? തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിലേ അവരിനി കുറച്ച് വേദനിക്കുകയാണെങ്കിലും അത് ആ വഴിക്ക് കണ്ട് വിട്ടേക്ക്. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ. ഇപ്പോഴേ ആ കാര്യമൊക്കെ വിട് ട്ടോ. അവനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാറും, അത്രേ ഉള്ളൂ. എനിക്കറിയുന്നല്ലേ അവനെ. നീ നിന്റെ കാര്യങ്ങൾ നോക്ക്. സത്യം പറയാലോ അമ്മ, ഞാൻ തളർന്നു പോണു തോന്നുമ്പോഴൊക്കെ അമ്മ തരുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, ഇതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.